ഇപ്പോൾ ഡൗട്ടാണ് ടൈം ഓഫ് യൂസ് സെറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, സിസ്റ്റം വർക്ക് മോഡ് എടുക്കുക, താഴത്തെ പേജ് പോവുക. ഇവിടെ ഡിഫോൾട്ടായിട്ട് എല്ലാ സിസ്റ്റത്തിലും ടൈം ഓഫ് യൂസ് ഓഫ് ആയിരിക്കും. ഈ ടൈം ഓഫ് യൂസ് സെറ്റിങ്സ് ഓൺ ആക്കണമെങ്കിൽ ജസ്റ്റ് ഇതേ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈം ഓഫ് യൂസ് ഓണായി. ഇതൊരു 6 ടൈംസിലോട്ട് ഇത്ര മണിക്കൂർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളൊരു സെക്ഷനാണ്. ഇപ്പോൾ ഡേ ടൈമും ഉണ്ട്. ഇത് നമ്മുടെ ഡെയിലി 24 ഹവറിനെ ഇത്ര മണിക്കൂർ വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുള്ള സെക്ഷനാണ്. അതിൽ ഡേ ടൈമിൽ സോളാർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ യൂസേജ് അധികം വരുന്നില്ല. മോസ്റ്റ് ഓഫ് ദി കേസിലും ഈവനിങ് ടൈമിലാണ് ബാറ്ററിയുടെ യൂസേജ് വരുന്നത്. അതായത് നമുക്ക് 2 രീതി സെറ്റ് ചെയ്യാം. KCB കട്ടാകുമ്പോൾ മാത്രം ബാറ്ററി ഔട്ട് മതി എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ചെയ്യണ്ട, ടൈം ഓഫ് യൂസ് ഇടണ്ട. അതല്ല KCB വേണം KCB വേണം എന്നുള്ള കേസ് മീൻസ് KCB നിൽക്കുമ്പോൾ ഈവനിങ് ടൈമിൽ പല വീട്ടിൽ ലോഡ് കൂടുതലാണ്. ഒരു 6 to 9 ലോഡ് എപ്പോഴും കൺസപ്ഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ടൈമിൽ KCBയുടെ കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ബാറ്ററി ഒരു സപ്പോർട്ടിംഗ് വോൾട്ടേജ് എടുക്കാം. ബാറ്ററിയുടെ ഒരു 100 ഇത്ര ശതമാനം വെച്ച് വേണം എടുക്കാം. അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് യൂഷ്വലി നമുക്കിപ്പോൾ ഏത് ടൈമാണോ വേണ്ടത്, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1 മുതൽ 5, 5 മുതൽ 9, 9 to ഉച്ചയ്ക്ക് 1 മണി, ഉച്ചയ്ക്ക് 1 to ഈവനിങ് 5, ഈവനിങ് 5 to 9, 9 to നൈറ്റ് 1 മണി വരെയുള്ള ഒരു 24 hour സൈക്കിളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ യൂഷ്വലി ഒരു കസ്റ്റമർ പറയുകയാണ് അവർക്ക് ഈവനിങ് 5 മുതൽ 9 മണി വരെ അവർക്ക് കൺസപ്ഷൻ കൂടുതലാണ്, അല്ലെങ്കിൽ 6 മുതൽ 9 മണി വരെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് അതേ ക്ലിക്ക് ചെയ്യാം. ഇത് മാറ്റിക്കഴിഞ്ഞാൽ ടൈം മാറ്റാൻ പറ്റും. നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ടൈമിലോട്ട് മാറ്റാൻ പറ്റും. അതുപോലെ ഇന്ത്യൻ ടൈമും നമുക്കിവിടെ മാറ്റാൻ പറ്റും. അപ്പോൾ അവർ പറയുകയാണ് അവർക്ക് ഒരു 50% ഹോൾഡിങ്ങും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 60% ഹോൾഡിങ്ങും 40% ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറയാവുന്ന കേസാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ടൈം ചേഞ്ച് ചെയ്യുക. ഇവിടെ ഒരു 60 സെറ്റ് ചെയ്യുക. ഇവിടെ 60 സെറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 60% ഇവിടെ ഹോൾഡ് ചെയ്യും. ബാറ്ററി 60% ഹോൾഡിംഗ് ചാർജ് ആയിട്ട് നിൽക്കും, 40% ബാറ്ററി ഡിസ്ചാർജ് ചെയ്യും. ഈ 60 എപ്പോഴും ബാറ്ററി ഇവിടെ ഹോൾഡ് ചെയ്യും. ഇപ്പോൾ നമ്മളിവിടെ 50 ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്കുന്ന 50 ആയിരിക്കും ആ ടൈമിൽ ബാറ്ററി ഹോൾഡ് ചെയ്യുന്നത്. ബാക്കി 50% ഡിസ്ചാർജ് ചെയ്യും. ഇൻ കേസ് നമ്മളിവിടെ 40 ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ബാറ്ററി 60% ഡിസ്ചാർജ് ചെയ്യും, 40% ബാറ്ററി ചാർജ് ഹോൾഡ് ചെയ്യും. ഇവിടെ സെറ്റ് ചെയ്യുന്ന എപ്പോഴും ഹോൾഡിംഗ് പവറാണ്. ഇവിടെ കാണാൻ പറ്റിയ ഗ്രിഡ് ചാർജ് ജെന്ന് എന്ന് പറയുമ്പോൾ ജനറേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഗ്രിഡ് ചാർജ് എന്ന് പറയുമ്പോൾ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈമിൽ നമുക്ക് ഏതൊക്കെ ടൈമിലാണോ വേണ്ടത് അതൊക്കെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ ബാറ്ററിയുടെ വോൾട്ടേജ് കുറവാണെന്നുണ്ടെങ്കിൽ KCB നിർത്തി ചാർജ് ചെയ്യും. ഇപ്പോൾ യൂഷ്വലി ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 കിലോവാട്ട് സ്വിച്ച് ഒരു 3 ബാറ്ററിയുള്ള കേസ് അവർക്ക് നൈറ്റും KCB ഓടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഇതിപ്പോൾ 5 മുതൽ 9 വരെ ഞാൻ 40 സെറ്റ് ചെയ്തു, ഇതും ഞാൻ 40 സെറ്റ് ചെയ്യും. അങ്ങനെ അവർക്ക് വേണ്ടുന്ന ടൈമിൽ നമുക്ക് ഒരേ ടൈമിലും വോൾട്ടേജ് സെറ്റ് ചെയ്യാം. പിന്നെ കംപ്ലീറ്റ് ഇത് ഫുള്ളായിട്ടൊരു 10%-ലേക്കോ 20%-ലേക്കോ ഇത് കുറച്ചിടാൻ പറ്റത്തില്ല. നമുക്ക് മാക്സിമം ഒരു 35-40 ആ ഒരു റേഞ്ചിലാണ് മാക്സിമം 35 വരെ പറ്റുള്ളൂ. അതായത് 35 വന്നാൽ ഇതിന് ലോ ബാറ്ററിയാണ്. അതിൻ്റെ താഴോട്ട് ബാറ്ററി ഡിസ്ചാർജ് ആവുക, എമർജൻസി കേസ് ഡിസ്ചാർജ് ആവും. പക്ഷേ ഡിഫോൾട്ട്ലി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഇത്ര വെച്ചിട്ടേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു 75 അല്ലെങ്കിൽ 65% ഡിസ്ചാർജ് ചെയ്യുക, ബാക്കി ബാറ്ററി ഹോൾഡിംഗ് പർപ്പസിന് വേണ്ടി വരും. മാക്സിമം എപ്പോഴും ഈ രീതി സെറ്റ് ചെയ്യാം.